ബ്രൈറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഈ വാട്ടർ ഫൗണ്ടൻ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ ആണ്. വാട്ടർ ഫൗണ്ടൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം വേണ്ടത് ഒരു ചെടിച്ചട്ടിയാണ്. ചെടിച്ചട്ടി എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കിന്റെ ചെടിച്ചട്ടിയാണ്. പ്ലാസ്റ്റിക്കിന്റെ അതിന്റെ ചെടിച്ചട്ടിയാണ് നമുക്ക് ഇതിന് വേണ്ടത്. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ മണ്ണിന്റെ ചെറിയ കലങ്ങളാണ്, മൺകലങ്ങളാണ്, ചെറുതാണ്. ഈ ടൈപ്പ് കലങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ട് വന്നത്. അതിനു വെച്ചാൽ നമുക്ക് ഈ ചെടിച്ചട്ടിയിൽ നിൽക്കുന്ന രീതിയിൽ വേണം ഫൗണ്ടൻ സെറ്റ് ചെയ്യാൻ. അതുകൊണ്ടാണ് നമ്മൾ ചെറിയ ചെറിയ കലങ്ങൾ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു വാട്ടർ പമ്പാണിത്. ഡയറക്റ്റ് ഐസിയിൽ കൊടുക്കാവുന്ന ഒരു 100-150 രൂപ വരെ വരുന്ന വാട്ടർ പമ്പാണിത്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിവുഡിന്റെ ഒരു പീസാണ്. ഇത് മൾട്ടിവുഡ് തന്നെ വേണമെന്നില്ല, ഗ്രില്ലായാലും മതി. ഇത് അതായത് ചെടിച്ചട്ടിയുടെ ടോപ്പിൽ നമുക്ക് അടച്ച് സെറ്റ് ചെയ്യാനായിട്ട് ഇതിന്റെ ടോപ്പിൽ വെച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ആണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിന് നമുക്ക് തടിയുടെ പീസായാലും അല്ലെങ്കിൽ ഗ്രില്ലിന്റെ പീസോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിന് വേണ്ടി എടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ PVCയുടെ ചെറിയ പീസാണ്. ഏത് കളറായാലും കുഴപ്പമില്ല. എൻ്റെ കയ്യിലുള്ള വൈറ്റ് കളറാണ്, അതുകൊണ്ട് ഞാൻ വൈറ്റ് കളർ എടുത്തുന്നുള്ളൂ. പിന്നെ ഒരു അലുമിനിയത്തിന്റെ കമ്പിയാണ് വേണ്ടത്. ഇത്ര ഐറ്റമാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത്. നമുക്ക് ഇതിന് പണി തുടങ്ങിയാലോ. ആദ്യം നമുക്ക് ഈ മൾട്ടിവുഡ് ഈ ചെടിച്ചട്ടിക്കയുടെ ഉള്ളിൽ നിൽക്കാൻ പാകത്തിന് നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് ആ രീതിയിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. മൾട്ടിവുഡിന്റെ പീസ് കട്ട് ചെയ്തെടുത്താക്കണയാണ്. ഇപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ അത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് സീറ്റിങ്ങാണിത്, കറക്റ്റായിട്ട് ഇറങ്ങി നിന്നോളും. അപ്പോൾ നമുക്ക് ഇനി വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കോർണറിൽ വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു കോർണറിൽ നമുക്ക് ഈ PVC ഇറങ്ങാൻ പാകത്തിനൊരു തുളയിട്ട് കൊടുക്കാം. കോർണറിൽ തുളയിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആ PVCയുടെ ഷേപ്പിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അവിടെ നമുക്ക് തുളയിടണം. നമ്മളവിടെ ഒരു വട്ടത്തിലൊരു മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് അപ്പോൾ നമ്മൾ ഇതിൽ ഒരു ഹോൾ ഇട്ട് കഴിഞ്ഞു. ഈ ഹോളിലേക്ക് നമുക്കിത് ഈ PVC കയറ്റി കൊടുക്കാനുള്ളതാണ്. ഇങ്ങനെ കയറ്റി കൊടുത്തിട്ട് ഇതിങ്ങനെ അകത്തേക്ക് വെച്ച് നമ്മൾ സെറ്റ് ചെയ്യാനുള്ളതാണ്. ഇങ്ങനെ വേണം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട്. ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ PVC ഇവിടെ ഗ്ലൂ ഗൺ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓൾറെഡി ഇവിടെ ഫിക്സ് ചെയ്തു. പിന്നെ നമ്മളിവിടെ ഓരോരോ ചെറിയ ചെറിയ ഗ്യാപ്പുകൾ ഇട്ടേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാട്ടർ ഫൗണ്ടൻ്റെ വെള്ളം ഒരുപാട് കുത്തി വീണ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് പുറത്തേക്ക് ഉള്ളിലേക്ക് പെട്ടെന്ന് വെള്ളം പോകാനായിട്ട്, അതായത് മെത്തി പുറത്തേക്ക് പോകാതെ ഉള്ളിലേക്ക് വെള്ളം പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്യാപ്പുകൾ ഇട്ട് കൊടുത്തേക്കുന്നത്, ചെറിയ ചെറിയ തുളകൾ ഇട്ട് കൊടുത്തേക്കുന്നത് അതിന് വേണ്ടിയാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഈ പൈപ്പിൻ്റെ അകത്തേക്കൂടെ ഒരു ഈ നമ്മുടെ മോട്ടറിലെ വാട്ടർ പമ്പ്, ഈ വാട്ടർ പമ്പിൻ്റെ അകത്തുനിന്ന് വരുന്ന ഹോസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ PVCയുടെ ഉള്ളിൽ കൂടെ ഈ പൈപ്പ് വലിച്ചിരിക്കുന്നത്. അപ്പോൾ അതായത് നമ്മളിങ്ങനെ ഈ പമ്പ് ഇങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ അന്ന് വെള്ളം കയറി വരാൻ വേണ്ടിയിട്ടുള്ള പൈപ്പാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ വലിച്ചേക്കുന്നത്. ഇപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു കലമാണ്. ഇപ്പോൾ ഞാൻ ആദ്യം എടുത്ത കലമല്ല ഇത്. ഇപ്പം എനിക്ക് ഇച്ചിരി ഭംഗിയായിട്ട് ഈ ഒരു കലം കണ്ടു കഴിഞ്ഞപ്പോൾ അത് വെക്കാമല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഇത് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഈ കളത്തിൻ്റെ അടിഭാഗത്ത് ഞാനൊരു ഡ്രില്ലറും കൊണ്ടൊരു തുളയിട്ടിട്ടുണ്ട്. ഈ തുള എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ PVCയുടെ അകത്തേക്കൂടെ ഇങ്ങനെ നമുക്ക് ഇറക്കി വിടാൻ വേണ്ടിയിട്ടാണ്. ഈ കലം ഈ PVCയുടെ ഉള്ളിൽ ഇങ്ങനെ ഇറക്കി വിടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ സെറ്റായി. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അലുമിനിയത്തിൻ്റെ നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന കമ്പ്യൂട്ടറാണ്. ഈ കമ്പി നമുക്കിവിടെ ചുറ്റി കൊടുക്കണം.
അപ്പോൾ നമ്മളിതിവിടെ കമ്പി ഇങ്ങനെ ചുറ്റി കൊടുത്തു. അതിനുശേഷം നമുക്ക് ഇതേപോലെ ഒരു കലം നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാവുന്നതാണ് ഇവിടെ. അപ്പം ഇവിടെ ഒരു കലം വരും. ആ കലത്തിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് ചാടും. ഈ വെള്ളം ഇങ്ങോട്ട് ചാടുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾക്ക് ഇങ്ങനെ ഇതിൻ്റെ ടോപ്പ് ഭാഗം ഇച്ചിരി കട്ട് ചെയ്ത് കളയണം. ടോപ്പ് ഭാഗം ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്ത് കളയണം. അപ്പോൾ നമുക്ക് ഇത് ആക്സോളോട് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം. അപ്പം ഞാനിത് ഒരു 2-3 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് വെച്ച ആയതുകൊണ്ട് കട്ട് ചെയ്ത് എടുക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്താണ്. ആക്സോ ബ്ലേഡ് കൊണ്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ ടോപ്പിൽ വെക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന കലമാണ്. ഈ കലത്തിൻ്റെ ഇവിടെ കൊണ്ട് നമ്മൾ ഡ്രില്ലറും കൊണ്ട് തുളയിട്ടേക്കണതാണ്. ഡ്രില്ലർ ഉപയോഗിച്ച് നമ്മൾ തുളയിട്ടിരിക്കുന്നതാണ്. ഈ കലം നമുക്ക് ഇതിൻ്റെ ടോപ്പിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു തുളയിട്ടിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു കലം വെച്ച് സെറ്റ് ചെയ്യും. ആ കലത്തിൻ്റെ അകത്തുനിന്ന് ഈ മുകളിൽ കൂടെ വരുന്ന വെള്ളം ചാടി ടാങ്കിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ തുളയിട്ടിരിക്കുന്നത്. അതെങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് നമുക്ക് കാണിച്ചു തരാം. ഇതാണ് ഈ താഴെ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന കലം. ഈ കലത്തിൻ്റെ അടിയിൽ ഞാൻ ഡ്രില്ലർ വെച്ച് തുളയിട്ടിട്ടുണ്ട്. തുളയിട്ടിരിക്കുന്നതാണ്. അപ്പം ഇതിലെ ഈ ഓസികളെ കയറി വരുന്ന വെള്ളം ഇങ്ങനെ ചാടി ഇതിലെ വന്ന് ചാടി ഇതിലേക്കൂടെ വന്നിട്ട് ഈ കലത്തിലേക്ക് ചാടും. ഈ കലത്തിലേക്ക് ചാടി കഴിയുമ്പോൾ ഈ കലം ഫ്ലോട്ട് ചെയ്ത് വെള്ളം ഇതിനെ ഒഴുകി മെത്തി പോകാതിരിക്കാനായിട്ട് ആണ് ഇതിൻ്റെ അടിയിലൊരു തുളയിട്ടിരിക്കുന്നത്. ഈ തുളയിലേക്ക് നമുക്ക് ഈ പൈപ്പ് കയറ്റി കൊടുക്കാം. ഈ പൈപ്പ് എന്നിട്ട് ഇതിൽക്കൂടെ ഇറക്കി ഇങ്ങനെ സെറ്റ് ചെയ്യണം. ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഫ്ലോട്ട് ചെയ്ത് പോകാതെ വെള്ളം നേരെ ടാങ്കിലേക്ക് പോയിക്കോളും. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പമ്പ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പമ്പ് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ കലങ്ങളൊക്കെ ഒന്ന് ആദ്യം ഒന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് കലങ്ങളെല്ലാം സെറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം നമ്മുടെ വാട്ടർ ഫൗണ്ടൻ്റെ ഏകദേശം പണിയെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ ടാങ്കിൻ്റെ അകത്ത്, അതായത് ചട്ടിക്കകത്ത് വെള്ളം നിറയ്ക്കുക. അതിനുശേഷം ഈ വയറ് കണക്ട് ചെയ്യുക. അപ്പം വെള്ളം ഇതിൽ ഫ്ലോട്ട് ചെയ്തിങ്ങനെ ഒഴുകും. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഒരു ഭംഗിക്കുറവുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഗാർണിഷിങ് എന്തെങ്കിലും അലങ്കാരം പരിപാടികൾ എന്തെങ്കിലും ചെയ്താലാണ് നമുക്കൊരു മനോഹരമായിട്ട് തോന്നുകയുള്ളൂ. അപ്പോൾ അതിനുള്ള പണി എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോൾ നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം നല്ല ഭംഗിയായിട്ട്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ഐറ്റംസ് നമ്മളിവിടെ ഉപയോഗശൂന്യമായിട്ട് വീട്ടിൽ കിടക്കുന്ന സാധനങ്ങളൊക്കെയാണ് എടുക്കുന്നത്. ഇത് കുറച്ച് ഈ പുഴയിലും തോട്ടിലൊക്കെ കിടക്കുന്ന സാധാരണ കല്ലുകളാണ്. കല്ലുകളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം ആദ്യം. അതിനുശേഷം നമുക്ക് ഇത് വീട്ടിൽ പഴയത് കിടന്നതാണ്.
ഇല്ല ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ സെറ്റ് ചെയ്യണം. അത്യാവശ്യം ഗാർണിഷിംഗ് ഒക്കെ ചെയ്തു. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വാട്ടർ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ഓണാക്കി നോക്കാം. അപ്പം നമ്മുടെ വാട്ടർ ഫൗണ്ടൻ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒട്ടും വെള്ളം പുറത്തേക്ക് ഇങ്ങനെ സ്പ്രേ ആയിട്ട് പോവുകയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് ടേബിളിന് മുകളിലോ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലോ അല്ലെങ്കിൽ നമ്മുടെ ഹാളിലോ അല്ലെങ്കിൽ ബെഡ്റൂമിലോ എവിടെ വേണമെങ്കിലും നമുക്കിത് വെച്ച് വളരെ മനോഹരമായിട്ടുള്ളൊരു വാട്ടർ ഫൗണ്ടനാണ്. നമുക്കിത് ആർക്ക് വേണമെങ്കിലും സിമ്പിളായിട്ട് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി അമർത്തുക. കൂടുതൽ വീഡിയോസുമായി ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും.